ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിൻ്റേത്. അതുപോലെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പും ദാഹവും ഒരുപോലെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് 4 ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പൂവൻപഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. മൈസൂർ പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതൊരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ ഫോർക്കോ സ്പൂണോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഈ പഴവും പഞ്ചസാരയും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ പാല് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ 1 കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത അവിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത അവിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു പാനിലോ മറ്റോ വെച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ള അവിലോ ബ്രൗൺ അവിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ 1 കപ്പ് കടല റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം ഈ പഴവും പഞ്ചസാരയും ചേർത്ത മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഗ്ലാസിൻ്റെ പകുതിയോളം പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കടല വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. റോസ്റ്റ് ചെയ്ത കടലയും വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനത്തെ ലെയറായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്ലാസ് നിറയെ പാലൊഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലൊഴിക്കുമ്പോൾ തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.